നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാള കോട്ടയ്ക്കൽ SCG ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വേനലവധി കഴിഞ്ഞെത്തിയ കുരുന്നുകൾക്ക് ആവേശമായി സ്കൂളുകളിൽ പ്രവേശനോത്സവം. ചേർപ്പ് മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ഒരുക്കിയത് വർണ്ണാഭമായ പ്രവേശനോത്സവം. DYFI ചൊവ്വൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാള കോട്ടയ്ക്കൽ SCG ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മാർക്കിന്റെ പേരിൽ വിദ്യാർത്ഥികളെ താരതമ്യം ചെയ്യുന്ന പ്രവണത രക്ഷിതാക്കൾ അവസാനിപ്പിക്കണമെന്ന് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മന്ത്രി OJ ജനീഷ് പറഞ്ഞു. പ്രവേശനോത്സവ പ്രതീകമായി 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ KS നൂർ സമാൻ എന്ന വിദ്യാർത്ഥിക്ക് മന്ത്രി ഹരിശ്രീ കുറിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റ് വിതരണോദ്ഘാടനം 1ാം ക്ലാസ് വിദ്യാർത്ഥി PD ഡെൽവിന് നൽകി മന്ത്രി നിർവഹിച്ചു. സ്കൂൾ കേന്ദ്രീകരിച്ച ലഹരി മാഫിയെ തടയുന്നതിനുള്ള തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ജില്ലാതല ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. തൃശൂർ റൂറൽ പരിധിയിലെ 500 സ്കൂളുകളിലെ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത നെയിം സ്ലിപ്പുകൾ ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്യും. സ്കൂൾ സുവർണ ജൂബിലി ആഘോഷ സ്മരണിക മന്ത്രി പ്രകാശനം ചെയ്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ ജാനറ്റ്, SSLC പരീക്ഷയിൽ കൂടുതൽ A+ നേടിയ സ്കൂളിനുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരം പ്രധാന അധ്യാപിക സിസ്റ്റർ ഗ്രേസ് മരിയ ഏറ്റുവാങ്ങി. +2 പരീക്ഷയിൽ ബയോസയൻസ് വിഭാഗത്തിൽ 1200-ൽ 1200 മാർക്കും വാങ്ങിയ KM അസമിനെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായി. SSK DPO KB ബ്രിജി പദ്ധതി വിശദീകരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, മാള അന്നമനട, കുഴൂർ, പൊയ്യ, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK രാധാകൃഷ്ണൻ, സുനിത സജീവൻ, സിൽവി സേവ്യർ, ഔസേപ്പ ചഞ്ചോസ്, റോസലി ഫ്രാൻസിസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കൊടിയൻ, കാവ്യ രഞ്ജിത്ത്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ രോഹിത് നന്ദകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. വേനലവധി കഴിഞ്ഞെത്തിയ കുരുന്നുകൾക്ക് ആവേശമായി സ്കൂളുകളിൽ പ്രവേശനോത്സവം. ചേർപ്പ് മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ഒരുക്കിയത് വർണ്ണാഭമായ പ്രവേശനോത്സവം. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രവേശനോത്സവം നടന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ അധ്യക്ഷയായി. സ്കൂളിൽ ആദ്യമായി എത്തിയ കുരുന്നുകളെ പ്രധാനാധ്യാപിക ഗീത അക്ഷരദീപം തെളിയിച്ചാണ് വരവേറ്റത്. പ്രവേശനോത്സവ ചടങ്ങിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും പുരസ്കാരങ്ങളും സമ്മാനിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, വാർഡ് മെമ്പർ ബിന്ദു, ചേർപ്പ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ചേർപ്പ് AO MV സുനിൽകുമാർ, മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മദന മോഹനൻ, ചേർപ്പ് BPC ഇൻചാർജ് ബിനി, PTA പ്രസിഡന്റ് NN വിജയൻ, MPTA പ്രസിഡന്റ് സുകന്യ, SMC ചെയർമാൻ AC ബിജേഷ് എന്നിവർ കുരുന്നുകൾക്ക് ആശംസകൾ നേർന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ഊരകം CMS LP സ്കൂളിൽ നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വിദ്യാലയം മുൻപ് സജീവമാവുകയാണ്. ഇവിടെ കുട്ടികൾ പഠിക്കുക മാത്രമല്ല, സ്നേഹിക്കാനും നന്മ ചെയ്യാനും നല്ല സൗഹൃദം ഉണ്ടാക്കുവാനും, അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല ടീച്ചർമാർ ചെയ്യേണ്ടത്, അവരുടെ കഴിവുകളെ വളർത്തിയെടുത്ത് അവരുടെ നല്ല മക്കളായി വളർത്തിയെടുത്ത് നല്ലൊരു ഭാവി, നല്ലൊരു തലമുറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അതുപോലെ തന്നെ കുട്ടികളോടും ടീച്ചർമാരോട് ചേർന്ന് നിന്ന് നമ്മുടെ രക്ഷിതാക്കൾ ഒത്തൊരുമിച്ച് നിന്ന് നമ്മുടെ നല്ലൊരു ഭാവി തലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ ചേർപ്പിന്റെ പരിസര പ്രദേശങ്ങളും ഇപ്പോൾ ലഹരിയുടെ ഏറ്റവും വലിയ ഒരു വേട്ടയിലാണ്, അല്ലെങ്കിൽ ലഹരി ഏറ്റവും കൂടുതൽ ഈ ചേർപ്പ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്.
നമ്മൾ കുട്ടികളെ വീടുകളിലേക്ക് വരുമ്പോൾ കുട്ടികളെ ചേർത്ത് പിടിക്കാനും സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കാനൊക്കെ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. ഉരകം സെയിന്റ് ജോൺസ് CSI പള്ളി വികാരി ഷിജു ജോൺസൺ അധ്യക്ഷനായി. മാതാപിതാക്കൾ അതിനുവേണ്ടി ഒരുക്കുമ്പോൾ വളരെ വിശ്വാസം അർപ്പിച്ചാണ് ഈ സ്കൂളിലേക്ക് കടത്തിവിടുന്നത്. മുൻകാലത്ത് പഠിച്ചതായ പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധങ്ങളായ സ്ഥാനങ്ങളിൽ എത്തിയവരാണ്. എനിക്ക് കൂടുതലായിട്ടും നമ്മൾ ഈ സ്കൂളിനെ പറ്റി അറിയില്ലെങ്കിലും ഇപ്പോൾ സംസാരിച്ച് കേട്ടനുസരിച്ച് വളരെ മികവുറ്റതായ സ്കൂളിൻ്റെതായ അനുഭവമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ സാധിച്ചത്. നമ്മുടെ ആയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് ആ ഒരു കരുത്ത ആർജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ് വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം, പാഠപുസ്തകങ്ങൾ എന്നിവയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക ലീമോൾ സി വോഗീസ് സ്വാഗതം ചെയ്തു. ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ക്രിസ്റ്റീന, മെമ്പർ KB പ്രജിത്ത്, വാർഡ് മെമ്പർ മൃദുല എന്നിവർ സംസാരിച്ചു. ചെറുപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം PhD സ്കോളർ കീർത്തന ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല LKG UKG അതുപോലെ തന്നെ 10ാം ക്ലാസ് വരെയും ഇവിടെ തന്നെയാണ് പഠിച്ചത്. CNN സ്കൂൾസിൽ തന്നെയാണ് പഠിച്ചത്. നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഇതുപോലെ തന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ ബാഗും ബുക്കുകളും അതുപോലെ തന്നെ ഒരുപാട് മോഹങ്ങളൊക്കെ ആയിട്ടാണ് ഫസ്റ്റത്തെ ദിവസം വരാറുള്ളത്. നിങ്ങളും എല്ലാവരും ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാജീവ് മാസ്റ്റർ ആദ്യമായിട്ട് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇന്നിപ്പോ നിങ്ങൾക്ക് A ഡിവിഷൻ, B ഡിവിഷൻ, C ഡിവിഷൻ, D ഡിവിഷൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ, ഓരോ ക്ലാസ്സുകാർക്കും ഇല്ലേ? 1ാം ക്ലാസ് വരെ A, 2ാം ക്ലാസ് വരെ A ഒക്കെ ഇല്ലേ? എക്കാരില്ലേ ഇവിടെ? A ഡിവിഷൻ, B ഡിവിഷൻസ് ഇല്ലേ? C ഡിവിഷൻകാരില്ലേ? D ഡിവിഷൻകാരില്ലേ? അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് ഒരു ക്ലാസ്സിന് തന്നെ. ഞങ്ങള് പഠിക്കുമ്പോ ഒരൊറ്റ 1ാം ക്ലാസ്, ഒരു 2ാം ക്ലാസ്, ഒരു 3ാം ക്ലാസ്, ഒരു 4ാം ക്ലാസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ അധ്യാപകരും എന്താ പറയാ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശങ്കരൻ മാഷ്, ശങ്കരൻകുട്ടി മാഷ്, ആനി ടീച്ചർ, ബേബി ടീച്ചർ, സരോജിനി ടീച്ചർ എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടെ സ്മരിക്കുകയാണ് ഈ സമയത്ത്. വാർഡ് മെമ്പർ ജയശ്രീ ഷാജൻ അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ AR രാജീവ് കുമാർ, PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ, MPTA പ്രസിഡന്റ് രേഷ്മ കൃഷ്ണകുമാർ, SSG കൺവീനർ KS വിജയൻ, MS പ്രശാന്ത് എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. ഉദ്ഘാടകയായ കീർത്തന ഗോപാൽ അവതരിപ്പിച്ച എലിഫന്റ് ടൂത്ത് പേസ്റ്റ് എന്ന പരീക്ഷണം കുട്ടികളിൽ കൗതുകം ഉളവാക്കി. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ കലാം സയൻസ് സ്പേസ് എന്ന പേരിലുള്ള വിവിധ പരിപാടികളും ഒരുക്കിയിരുന്നു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തൊട്ടാകെ എല്ലാ മക്കളും വിദ്യാലയത്തിലേക്ക് പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവേശനോത്സവം എന്ന വാക്കിൽ തന്നെ ഒരു ഉത്സവ അന്തരീക്ഷത്തോടു കൂടിയാണ് ഇന്ന് ഓരോ വിദ്യാലയത്തിലെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നിർവഹിക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ വിദ്യാലയത്തിലും OSയുടെ നേതൃത്വത്തിൽ നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ അവിടെ പാട്ടും ഒരു ബൊമ്മയുമൊക്കെ കൊണ്ട് നിർത്തി ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മേളം ഒക്കെ ഏൽപ്പിച്ചു. പിന്നെ അതിൻ്റെ സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ടാകും, നമുക്കത് നിർത്തേണ്ടി വന്നു. ഒരു പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ മക്കളുടെയും വിദ്യാർത്ഥികളുടെയും പുതിയൊരു തുടക്കം കുറിക്കലാണ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വിദ്യാലയത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞുവിടുമ്പോൾ ഓരോ രക്ഷിതാക്കളും വളരെ സന്തോഷത്തോടെ അവരെ കൈപിടിച്ച് നമ്മുടെ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മക്കളുടെ ഭാവി അവിടെ നിന്ന് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞത്. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷത വഹിച്ചു. മക്കളെ, പുതിയ കുട്ടികൾ കൂട്ടുകാർക്ക്
ചേർപ്പ് ഗവൺമെൻറ് സ്കൂളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്രാവശ്യം നല്ല ഒരു അഡ്മിഷൻ കിട്ടി എന്നുള്ളത് വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഗവൺമെൻറ് സ്കൂളുകളെ സ്നേഹിക്കുന്ന ഒരു പുതിയ സമൂഹം നന്നായി വളർന്നു വരുന്നു എന്നുള്ളത്. പ്രൈവറ്റ് സ്കൂളുകളിൽ പോയാലേ നല്ല വിദ്യാഭ്യാസം കിട്ടുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഒരുപാട് പാരൻസ് അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് മാത്രം നിർബന്ധമായി പറഞ്ഞയക്കുന്നതാണ്. പക്ഷെ നമ്മളുടെ ഈ വർഷത്തെ ഒരു റിസൾട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് നാളത്തെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിന്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തിനാണ് വെറുതെ വലിയ പൈസ കൊടുത്തിട്ട് മറ്റു സ്കൂളിൽ. സാംസ്കാരിക പ്രവർത്തകൻ രാമചന്ദ്രൻ വല്ലച്ചിറ മുഖ്യാതിഥിയായി. LSS, USS, MT, SC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള പുരസ്കാര സമർപ്പണം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് നിർവഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ ഷാജൻ ഉച്ചഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ജില്ലി കെ ജോസ്, SMC ചെയർപേഴ്സൺ PA ഷമീർ, MPTA പ്രസിഡന്റ് IV സജിത, OSA പ്രതിനിധി ബീന രവീന്ദ്രൻ, OTA പ്രതിനിധി KN മധുസൂദനൻ, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ പ്രീതി വോഗീസ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് ബബ്ലി ഗിരിജൻ, സീനിയർ അധ്യാപകരായ KB ശ്രീല, AB പ്രജിത എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും പൂർവ്വ അധ്യാപക സംഘടനയും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് ബാഗുകളും സമ്മാനിച്ചു. ചേർപ്പ് ശ്രീ ശങ്കര ശിശുവിദ്യാമന്ദിരത്തിൽ നടന്ന പ്രവേശനോത്സവം CNN സ്കൂൾസ് മാനേജർ KG അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സമിതി പ്രസിഡന്റ് C വിജയൻ അധ്യക്ഷനായി. വിദ്യാലയ സമിതി സെക്രട്ടറി ജയൻ പാറക്കോവിൽ, പ്രധാന അധ്യാപിക VG രാഗി എന്നിവർ സംസാരിച്ചു. സ്കൂളിൽ ഒരുക്കിയ താറാവിന്റെ ബൊമ്മ കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി. തുടർന്ന് മധുര വിതരണവും നടന്നു. ചേർപ്പ് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ എത്തിച്ചേർന്നപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമ്മുടെ സ്കൂളിൽ നിലനിൽക്കുന്നത്. സ്കൂളിന്റെ എല്ലാ പരിസരങ്ങളും വളരെ വൃത്തിയായി സൂക്ഷിച്ച് എല്ലാ ഭാഗങ്ങളും നന്നായി പെയിന്റൊക്കെ അടിച്ച് ഭംഗിയാക്കി നമ്മുടെ ടീച്ചർമാരും അതുപോലത്തെ ഇവിടുത്തെ PTA ഭാരവാഹികളടക്കമുള്ളവർ ഇന്നലെ രാത്രി 10 മണി വരെ ഇവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് ഈ സ്കൂളിനെ ഇങ്ങനെ മനോഹരമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും അവർക്കുള്ള കരുതലും ഈ സ്കൂളിലെ അധ്യാപകർ അവർക്ക് നൽകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടീച്ചർമാരുടെ കൂടെ നിന്നുകൊണ്ട് ഈ സ്കൂളിന്റെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. PTA പ്രസിഡന്റ് നിജി തോമസ് അധ്യക്ഷയായി. പ്രധാന അധ്യാപിക ലതിക, പഞ്ചായത്ത് അംഗങ്ങളായ PH ഉമ്മർ, ബൈജു സെന്റ് ജോൺ എന്നിവർ സംസാരിച്ചു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PR ജോണി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പോളി നീലങ്കാവിൽ പ്രവേശനോത്സവ സന്ദേശം നൽകി. ബിഗ് ബോസ് താരം TA അനീഷ് മുഖ്യാതിഥിയായി. പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ബെഞ്ചമിൻ, മുൻ അധ്യാപിക ലത ചാക്കോ എന്നിവർ സ്കൂളിനായി പോർട്ടബിൾ സ്പീക്കർ സ്പോൺസർ ചെയ്തു. 2002 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ചൊവ്വൂർ ഫാൽക്കൺ ക്ലബ്ബ്, ചൊവ്വൂർ സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ KCYM എന്നിവർ ചേർന്ന് പഠനോപകരണങ്ങൾ നൽകി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ് പഠനോപകരണ വിതരണം നിർവഹിച്ചു. പള്ളി ട്രസ്റ്റി ഡിബിൻ ഫ്രാൻസിസ്, KLM പ്രസിഡന്റ് ആൻഡ്രൂ പെരുമിള്ളി, MPTA പ്രസിഡന്റ് ഷിദി ഷൈൻ, പ്രധാന അധ്യാപിക ജെൻസി ജോസ്, കൺവീനർ ഷാൻഡി ജോൺസി എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ അജിത് തച്ചോത്ത് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നിത്യ ജയരാജൻ, VI ജോൺസൺ, മെമ്പർമാരായ സനൂപ് കറുകയിൽ, റൂബി ജോൺസൺ, ജോയ് പയ്യപ്പള്ളി, ജീസൻ റപ്പായി, നന്ദകിഷോർ, പ്രധാന അധ്യാപിക ലേഖ, PTA പ്രസിഡന്റ്, പ്രിൻസിപ്പൽമാർ, BRC പ്രതിനിധി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. DYFI ചൊവ്വൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചൊവ്വൂർ ശ്രീലക്ഷ്മി ക്ഷേത്ര പരിസരത്ത് നടന്ന പഠനോത്സവം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ ഉദ്ഘാടനം ചെയ്തു. CS അഭിനവ് അധ്യക്ഷനായി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സഹദേവൻ, PD ജിതിൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ V വിനോദ്, PS വനജ, മേഖലാ സെക്രട്ടറി രാഹുൽ ജയപ്രകാശ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ PC അനീഷ്, MJ ജോഷുവ, ജിത്തു, പ്രഹ്ലാദൻ എന്നിവർ സംസാരിച്ചു. നവാഗതരെ വരവേറ്റ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വെങ്ങിണിശ്ശേരിയിലെ സാന്ത്വനം ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം. ഗീതാ ഗോപി MLA പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. എത്രമാത്രം ശ്രദ്ധിച്ചുമാണ് പേരൻസ് അവരെ കൊണ്ട് നടക്കുന്നത് നോക്കുന്നത്. ദൈവത്തിന്റെ മക്കളാണ്, എന്നാൽ ആ പാതയിലൂടെ കൊണ്ടു നടക്കാൻ ബുദ്ധിപരമായ
ഒരുപാട് വെല്ലുവിളികളെയാണ് എന്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന എന്റെ പ്രിയ അമ്മമാരെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആദ്യമായി നയിക്കുകയാണ്. കാരണം അവർക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവരെ ഒന്ന് സ്വസ്ഥമായി ഇരുത്താനും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുത്ത് ഇത്രയും സമയം പ്രയാസപ്പെട്ട് ഈ സമയം വരെ അവരെ നോക്കിയ പേരൻസും ബഡ്സ് സ്കൂളിന്റെ സംഘാടകരായിട്ടുള്ള അധ്യാപകരെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. രാവിലെ മുതൽ ഈ സ്കൂളിൽ അവരെ കൊണ്ടിരുത്തി വൈകിട്ട് വീട്ടിലേക്ക് കൊണ്ടുനാക്കുന്ന ഒരു സിസ്റ്റം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഈ നിമിഷം മുതൽ നടത്തുമ്പോൾ നമ്മുടെ മക്കളെ സ്കൂളിൽ എത്തിയാൽ സ്കൂൾ അധ്യാപകരാണ് അവരുടെ മക്കളെ ശുശ്രൂഷിക്കുന്നത്. പിന്നെ നാളന്ത സ്കൂളും പെരിയോട്ട സ്കൂളും വലപ്പാട് സ്കൂളും ഒക്കെ എത്തിപ്പെട്ടപ്പോൾ എത്രമാത്രം കുഞ്ഞുങ്ങളാണ് വീടിന് പുറത്തെ കലാലയത്തിൽ എത്തിപ്പെട്ടത്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം നൽകുക, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഉന്നതിയിലേക്ക് എത്തിക്കാൻ സ്കൂൾ അധികാരികൾ നടത്തുന്ന ശ്രമകരമായ ഉത്തരവാദിത്തം കൃത്യമായി നൽകുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ അധ്യക്ഷത വഹിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാ പ്രകാശൻ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് എന്നിവർ മുഖ്യാതിഥികളായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഭരതൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, പ്രദീപ് പാണവറമ്പിൽ, രശ്മി ബൈജു, സിനി പ്രദീപ്, KB പ്രജിത്ത്, രാജേഷ് വല്ലച്ചിറ, TN ജയശങ്കർ, പാർലം ഗ്രാമപഞ്ചായത്ത് അംഗം VP ബിന്ദു, ജോയിന്റ് BDO BA അബ്ദുൾ ജലാൽ, CDPO ഇൻചാർജ് PJ ഷീജ, PTA പ്രസിഡന്റ് ശ്രീകുമാർ, ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ M അരുൺ, ചേർപ്പ് AO MV സുനിൽകുമാർ, തൃശൂർ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, CDS ചെയർപേഴ്സൺ ശൈലജ രാജൻ, സാന്ത്വനം ബഡ്സ് സ്കൂൾ പ്രധാന അധ്യാപിക KR ശോഭ എന്നിവർ സംസാരിച്ചു. പാലിശ്ശേരി പുനർശനി സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആദരവും പഠനോപകരണ വിതരണവും നടന്നു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കായിരുന്നു ആദരം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് ആദരചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനർജനി സഹായ സംഘം മെമ്പർ ചിത്രാദേവി അധ്യക്ഷത വഹിച്ചു. കണിമംഗലം സൈമർ വുമൻസ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലിബി മധുസൂദനൻ മുഖ്യാതിഥിയായി. 15ാം വാർഡ് അംഗം VI ജോൺസൺ, ചേർപ്പ് വില്ലേജ് ഓഫീസിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ചേർപ്പിൽ കഴിഞ്ഞ അധ്യയന വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് CPIMന്റെ വിവിധ ബ്രാഞ്ച് കമ്മിറ്റികൾ. ആദര ചടങ്ങിൽ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. CPM ചേർപ്പ്, തിരുവള്ളക്കാവ്, ജനമൈത്രി, പെരുമ്പള്ളിശ്ശേരി എന്നീ ബ്രാഞ്ച് കമ്മിറ്റികൾ സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കുള്ള ആദരമൊരുക്കിയത്. പെരുമ്പള്ളിശ്ശേരി എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ വിദ്യാർത്ഥികൾക്കുള്ള ആദരം നിർവഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC+2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങി. 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ചടങ്ങിൽ CPM ചേർപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സഹദേവൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സന്തോഷ് അധ്യക്ഷനായി. വിനോദ് കുമാർ, MK അഖിൽ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറയിൽ വിദ്യാർത്ഥികൾക്ക് കായികോപകരണങ്ങൾ സമ്മാനിച്ച് ഡെക്കാത്തലോൺ തൃശൂർ സംഘം. വിദ്യാർത്ഥികളുടെ കായിക മികവും ആരോഗ്യകരമായ ജീവിതശൈലിയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ളതായിരുന്നു കായികോപകരണ വിതരണം. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സേവന പ്രവർത്തനങ്ങൾ തുടരുന്ന സംഘടനയാണ് ഡെക്കാത്തലോൺ തൃശൂർ സംഘം. ഇതിന്റെ ഭാഗമായാണ് വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കായികോപകരണങ്ങൾ വിതരണം ചെയ്തത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഡെക്കാത്തലോൺ പ്രതിനിധികളിൽ നിന്ന് കായികോപകരണങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഏറ്റുവാങ്ങി. സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വലിയ പ്രചോദനമാകുമെന്ന് അധ്യാപകർ പറഞ്ഞു. കേച്ചേരി അക്കിക്കാവ് റോഡിൽ കുമ്പുഴ പാലത്തിന് സമീപം ബൊലേറോ ജീപ്പും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇന്ന് പുലർച്ചെ 1:11 അപകടമുണ്ടായത്. അപകടത്തിൽ കുറ്റിപ്പുറം അമ്പാല വീട്ടിൽ മുഹൈമിൻ മരണപ്പെട്ടു. കാലടി പ്രേക്ഷിതാരം കോൺവെന്റിലെ സിസ്റ്റർമാരും ഡ്രൈവറും ഉൾപ്പെടെ 5 പേർക്കും മറ്റൊരു കാറിലുണ്ടായിരുന്ന 3 പേർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കാലടി സ്വദേശി തിരുത്തനത്തിൽ വീട്ടിൽ ജോസഫിന്റെ മകൾ സിസ്റ്റർ സാലസ്
ഇടുക്കി രാജകുമാരി സ്വദേശി പന്തതലയ്ക്കൽ വീട്ടിൽ ജോണിന്റെ മകൾ സിസ്റ്റർ ജെയിൻ ട്രീസ, എറണാകുളം കാഞ്ഞൂർ സ്വദേശി കുഴുപ്പുള്ളി വീട്ടിൽ ഔസേപ്പിന്റെ മകൾ സിസ്റ്റർ ജോസിറ്റ, കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി കടത്തറക്കുന്നൽ വീട്ടിൽ ദേവസിയുടെ മകൾ സിസ്റ്റർ ടെസ്നി എന്നിവർക്കും ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായ കാലടി ചെങ്ങൽ സ്വദേശി അപ്പേരിയിൽ വീട്ടിൽ അബ്ദുള്ളയുടെ മകൻ സക്കീറിനുമാണ് പരിക്കേറ്റത്. ഇവർക്കു പുറമെ കുറ്റിപ്പുറം അമ്പാല വീട്ടിൽ മുഫള്ളിൽ, ബാസിദ്, മാജിദ് എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അപകടം നടന്നയുടനെ കേച്ചേരി ഹനീഫ ക്ലിനിക് ആംബുലൻസ് പ്രവർത്തകരും ആക്സ് ആംബുലൻസ് പ്രവർത്തകരും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാള കോട്ടയ്ക്കൽ SCG ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വേനലവധി കഴിഞ്ഞെത്തിയ കുരുന്നുകൾക്ക് ആവേശമായി സ്കൂളുകളിൽ പ്രവേശനോത്സവം. ചേർപ്പ് മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ഒരുക്കിയത് വർണ്ണാഭമായ പ്രവേശനോത്സവം. DYFI ചൊവ്വൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.